രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം സെഷൻസ് കോടതി. വിശദവാദം തിങ്കളാഴ്ച. FIR നിലനിൽക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതി. ആദ്യ കേസിലെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. പരാതിക്കാരിയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. ഇൻഡിഗോ വിമാന കമ്പനിയിലെ പ്രതിസന്ധിയിൽ നിർണായക ഇടപെടലുമായി വ്യോമയാന മന്ത്രാലയം. ദുരിതത്തിലായ യാത്രക്കാരെ ചൂഷണം ചെയ്യരുതെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം. ഇന്ന് മുടങ്ങിയത് 400-ലേറെ സർവീസുകൾ. ബദൽ സംവിധാനമൊരുക്കി റെയിൽവേ. ഇന്നും നാളെയും പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് 1 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രം. സർവീസ് റോഡ് തിങ്കളാഴ്ചയ്ക്കകം ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. അടിത്തറ നിർമ്മിച്ചതിലടക്കം വീഴ്ചയെന്ന് പ്രാഥമിക നിഗമനം. അപാകത സംസ്ഥാനത്തിന്റെ മേൽ കെട്ടിവെക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. പ്രതീക്ഷയും ആശങ്കയുമായി മുന്നണികൾ. സംസ്ഥാനത്ത് SIR-നുള്ള സമയം ഇനിയും നീട്ടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. പരാതി പരിഹാരത്തിന് രേഖകൾ ഹാജരാക്കേണ്ടത് 50 ലക്ഷം പേർ. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാൻ സാധ്യത. ഇനിയും കണ്ടെത്തേണ്ടത് 20 ലക്ഷം വോട്ടർമാരെയെന്ന് BLOമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്ക്.